അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്ന് ഞാൻ നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തുന്ന ഒരു കാര്യം, കഴിഞ്ഞ ആഴ്ചയിൽ നമുക്കൊരു ദാരുണമായ മരണം ഉണ്ടായല്ലോ. പ്രസിദ്ധ കലാഭവൻ നടനായിരുന്ന മിസ്റ്റർ നവാസ് പൊടുന്നനെ അന്തരിച്ചു. ഇത് സംബന്ധമായ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് വീഡിയോകളൊക്കെ വരുന്നുണ്ട്. പ്രവാചക വചനം വന്നിട്ടുണ്ട്. അതായത് മരണം ചെരുപ്പിൻ്റെ ബാറിൻ്റെ അടുത്താണ് എന്നൊക്കെ വന്നിട്ടുള്ള ഒരു പ്രവാചകവചനം നമ്മൾ കണ്ടിട്ടുണ്ട്. പല പല ആളുകളും ഈ വിഷയത്തെപ്പറ്റി പ്രതികരിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നമ്മൾ ഒരിക്കലും നവാസിൻ്റെ മരണത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ, നവാസിൻ്റെ മരണം ദാരുണമായ മരണമാണ്, പെട്ടെന്നുള്ള മരണമാണ്. ഒരിക്കലും മരണത്തെ നമ്മൾ എന്താ പറയുന്നത്, നമ്മളിപ്പോഴും മരണത്തെ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. മരിക്കാൻ നമ്മൾക്കൊരു ഭയപ്പാടുമില്ലാത്തൊരു രീതിയിൽ നമ്മൾ ജീവിതം ക്രമീകരിച്ചാൽ നമുക്കൊരു പ്രശ്നവുമില്ല. ഇത് ചെറുപ്പമെന്നോ വലിപ്പമെന്നോ പിന്നെ ഒന്നും ഇതിനില്ല. ഈ അറ്റാക്കിന് ഒരു നിവൃത്തിയുമില്ല. പെട്ടെന്നാണ് അറ്റാക്ക്. അതായത് പിന്നെ നമ്മുടെ ഹൃദയം ബ്ലോക്കായി പോകുന്നത്. ഇപ്പം പെട്ടെന്ന് ബ്ലോക്ക് കണ്ടുപിടിക്കുകയാണെങ്കിൽ തന്നെ ആ ബ്ലോക്ക് നീക്കാനുള്ള സംവിധാനങ്ങളൊക്കെ ആധുനിക വൈദ്യശാസ്ത്രത്തിലുണ്ട്. അത് ശരി തന്നെയാണ്. പക്ഷേ ഇവിടെ നമുക്ക് പറ്റിയൊരു സംഭവം ഞാൻ നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത്, പിന്നെ ഒരിക്കലും നമ്മൾ ഒരു മുറിയിൽ സ്വന്തം താമസിക്കരുത്. കാരണം നമ്മൾക്കൊരു കൂട്ടാളി വേണം. ഒന്നുകിൽ നമ്മളെ വൈഫോ അല്ലെങ്കിൽ ആരെങ്കിലും ഫ്രണ്ട്സെങ്കിലും നമ്മുടെ കൂട്ടത്തിലുണ്ടാവും. ഇത് നമ്മൾ എന്താണെന്ന് വെച്ചാൽ, നമ്മൾ പെട്ടെന്ന് ഇദ്ദേഹത്തിന് ഒരു അസ്വാസ്ഥ്യം വന്നു, അറ്റാക്കോ വന്നു, പെട്ടെന്ന് ഇയാളൊന്ന് ടേക്ക് കെയർ ചെയ്യാൻ വേണ്ടി ഒരാളുണ്ടായിരുന്നെങ്കിൽ അദ്ദേഹത്തിൻ്റെ ജീവൻ രക്ഷിക്കുമായിരുന്നേനെ എന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം അങ്ങനെ ഒരുപാട് അനുഭവങ്ങളുണ്ട്. ഇപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഈയിടെ എൻ്റെ ഒരു സുഹൃത്ത്, ഒരു ബന്ധു പെട്ടെന്ന് ചെറിയൊരു വേദന വന്നു. നെഞ്ചത്തുനിന്ന് വേദന വന്നു. വേദന ഒരു 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 വലിച്ചിലാണ് വന്നത്. ഒരു കുഴപ്പമില്ല. ഇങ്ങനെ ഗ്യാസിനാണെന്ന് അദ്ദേഹത്തിന് തോന്നി. പ്രശ്നമൊന്നുമില്ല. പിറ്റേന്ന് രാവിലെ വീണ്ടും ഇതേമാതിരി തന്നെ വന്നപ്പോൾ അദ്ദേഹത്തെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുമ്പോൾ 3 ബ്ലോക്ക്, 90% ബ്ലോക്കാണ്. പെട്ടെന്ന് ആൻജിയോപ്ലാസ്റ്റി ചെയ്തു. ഇദ്ദേഹം ഇപ്പോൾ സുഖമാണ്, യാതൊരു കുഴപ്പമില്ല. അപ്പോൾ ഇത് നവാസിന് സംഭവിച്ചിരിക്കുന്നത്, നമ്മൾ ഒറ്റയ്ക്ക് ഒരിക്കലും ഒരു റൂമിലും നമ്മൾ ഇപ്പോൾ ഷൂട്ടിങ്ങെല്ലാം കഴിഞ്ഞാൽ അദ്ദേഹം വീട്ടിലോട്ട് മടങ്ങാൻ ഉദ്ദേശിച്ചൊരു മനുഷ്യനാണ്. ആരോഗ്യവാനാണ്. വയസ്സ് കുറവാണ്. 53 വയസ്സേ ഉള്ളൂ. അപ്പോൾ നമ്മൾ പിന്നെ ഈ ഒരു അവസ്ഥ നമ്മൾ മുന്നിൽ കാണണം. ബാത്റൂമിൽ പോലും നമ്മൾ ലോക്ക് ചെയ്യരുതെന്നാണ് എൻ്റെ അഭിപ്രായം. ബാത്റൂമിൽ പോയിട്ട്, എൻ്റെ ഒരു സുഹൃത്ത് ബാത്റൂമിൽ പോയിട്ട് ബാത്റൂം അടച്ചിട്ട് ലോക്ക് ചെയ്തിട്ട് അടച്ചിട്ടിട്ട് പെട്ടെന്ന് മരിച്ചു പോയിട്ടുണ്ട്. പിന്നെ മുട്ടി നോക്കുമ്പോൾ വിവരങ്ങൾ അറിയുന്നില്ല, മരിച്ചു കിടക്കുന്ന അറിയുന്നത്. ഇതൊക്കെ നമ്മളെ ഒരു ചെറിയൊരു ശ്രദ്ധക്കുറവ് ആൾ നയിക്കുന്നുണ്ട്. ആയതിനാൽ എനിക്ക് നിങ്ങളോട് ഉപദേശിക്കാനുള്ളത്, പിന്നെ ഇത്തരം, അതായത് നമ്മളൊരിക്കലും ഹോട്ടലിലായിരുന്നാലും എവിടെയായിരുന്നാലും സ്വന്തം വീട്ടിൽ തന്നെ സ്വന്തം നമ്മൾ റൂമിൽ കിടന്നുറങ്ങുന്നത്. അങ്ങനെ ഒരുപാട് അനുഭവങ്ങളുണ്ട്. വീട്ടിൽ തന്നെ കിടന്നുറങ്ങിയ ആളുകൾ പിന്നെ തിരിച്ച് വൈഫ് വീട്ടിലെത്തി നോക്കുമ്പോൾ മരിച്ചു കിടക്കുന്ന അവസ്ഥ ഉണ്ട്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം എന്ന് പറഞ്ഞാൽ, നമ്മൾ ഒരിക്കലും ഒരു കൂട്ടാളി ഇല്ലാതെ ഒരിക്കലും ഒരു വീട്ടിലോ അല്ലെങ്കിൽ ഒരു റൂമിലോ അന്തിയുറങ്ങാൻ പോകരുത്. പിന്നെ ഈ മരണം എന്ന് പറയുന്നത്, നമ്മൾ സർവ്വസമയം നമ്മൾ എന്താ പ്രതീക്ഷിക്കണം. മരണത്തിന് നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ല. എല്ലാവരും മരിക്കും. എല്ലാ പ്രഗത്ഭന്മാരെല്ലാവരും മരിച്ചു പോയിട്ടുണ്ട്. മരിക്കാത്ത ആരും ഇവിടെ ബാക്കിയില്ല. ഇനി അഥവാ ബാക്കി ഉണ്ടെങ്കിൽ തന്നെ ഒട്ട് കാര്യമില്ല. 100 വയസ്സൊന്നും കഴിഞ്ഞിട്ട് ആർക്കും വേണ്ടാത്ത അവസര. നമ്മൾ മരിക്കാൻ ഒരിക്കലും നമ്മൾ കൊതിക്കേണ്ടതില്ല. പക്ഷേ മരണത്തിന് നമ്മൾ ഭയപ്പെടേണ്ടതില്ല. പക്ഷേ ചില കരുതലുകൾ നമ്മൾ എടുക്കുകയാണെങ്കിൽ ഇത്തരം ഇൻസിഡൻസ് നമുക്ക് കുറച്ചെടുക്കാൻ കഴിയും. അതാണ് അപ്പോൾ നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ ഇത് തന്നെയാണ് വിഷയം. സോഷ്യൽ മീഡിയയിൽ, അതായത് ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലൊക്കെ ഈ ഒരു അവസ്ഥ തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ ഫോട്ടോ ഉണ്ട്, ഫാമിലി ഫോട്ടോ ഉണ്ട്, പല നടന്മാരും മരിച്ചിട്ടുണ്ടെങ്കിൽ ഇത്ര പെട്ടെന്നുള്ള ആകസ്മികമായ സഡൻ ഡെത്താണ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്. അപ്പോൾ ഇത് എനിക്ക് ഈ ഒരു ഇൻസിഡൻറ്റ് സംബന്ധമായിട്ട് നിങ്ങളോട് എനിക്ക് ഷെയർ ചെയ്യാനുള്ളത്, നമ്മൾ എന്താ പറയേണ്ടത്, ഈ റൂമിൽ സ്വന്തമായിട്ട് ഒരിക്കലും കിടന്നുറങ്ങരുത്, ലോക്ക് ചെയ്ത് കിടന്നുറങ്ങരുത്. ഒരാൾ കൂട്ടാളി ഉണ്ടാവുന്നത് നല്ലതാണെന്നാണ് എനിക്ക് നമ്മളോട് എല്ലാവരും ഷെയർ ചെയ്യാനുള്ളത്. നിർത്തുകയാണ്. താങ്ക് യു വെരി മച്ച്.